പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദ ചോസൻ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ആതുര ശുശ്രൂഷ രംഗത്ത് നിന്ന് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു നവവൈദികനാണ് ബഹുമാനപ്പെട്ട സുമേഷ് കുരുത്തുകുളങ്ങര അച്ഛൻ. അച്ഛാ, സ്വാഗതം. താങ്ക് യു. ഒരു ഡോക്ടർ എന്ന നിലയിലാണോ അല്ലെങ്കിൽ ഒരു വൈദികൻ എന്ന നിലയിലാണോ സഭയ്ക്കും സമൂഹത്തിനും കൂടുതൽ വാല്യൂ കൊടുക്കാൻ പറ്റുന്നതെന്നാണ് അച്ഛന് തോന്നുന്നത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഞാൻ ഡോക്ടറാവുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങൾ കൂടി തന്നെയാണ് ഞാനും ഡോക്ടറായത്. അതായത് രോഗികളെ ശുശ്രൂഷിക്കണം, അവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെയുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാനും ഈ മേഖലയിലേക്ക് ഇറങ്ങിയത്. ഒത്തിരി രോഗികളെ ശുശ്രൂഷിക്കാനുള്ള വരം ദൈവം തരുകയും ചെയ്തു. എന്നാൽ പിന്നീട് എനിക്ക് ഒരു ഉൾവിളി പോലെ, ഒരു ആഗ്രഹം പോലെ ഉള്ളിൽ വന്നത്, ശരീരത്തെ മാത്രം സൗഖ്യമാക്കുമ്പോൾ ഒരു പക്ഷേ അതൊരു ടോട്ടൽ ഹീലിംഗ് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് കെയറിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ എന്നെ എപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു, എവിടെയോ ഒരു ഇൻകംപ്ലീറ്റ്നെസ്, അതായത് ഇപ്പോൾ ഒരു 90% ആവുന്നുണ്ട്, പക്ഷേ എവിടെയോ ഒരു 10% ഒരു കുറവ്. പിന്നീടാണ് ഞാൻ പ്രാർത്ഥനയിലൊക്കെ വന്നപ്പോൾ ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങി, ആ ഒരു 10% ദൈവത്തിൻ്റെ ഒരു കുറവ് പോലെ തോന്നി എനിക്ക്. ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ല, ആത്മാവും മനസ്സും സൗഖ്യം നേടുമ്പോഴാണ് ഒരു രോഗി പൂർണ്ണമായിട്ടും അവൻ്റെ പഴയ സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സ്പിരിച്വൽ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളൊരു സത്യം എനിക്ക് തോന്നി. അതിനുശേഷമാണ് ഞാൻ ഒരു വൈദികനാവുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത്. തീർച്ചയായും സ്തുത്യർഹമായൊരു സേവനമാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. എന്നാൽ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ആഗ്രഹം കൂടി കൂടുതൽ, ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഒരു വിളിയായിരിക്കാം, ഒരു ആത്മീയമായിട്ടുള്ള തലം കൂടി സൗഖ്യം കൊടുക്കുവാനായിട്ട്, ഈശോയുടെ ഒരു മിനിസ്ട്രി തുടരുവാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം ഒരു പക്ഷേ എന്നിൽ ദൈവം തന്നെ നൽകിയതാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്നുള്ള ആ ഒരു വചനം അച്ഛനെ ടച്ച് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഞാൻ ഓർക്കുവാണ്, മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിലെ ബസ്സിൽ ഒരു ദിവസം ഇങ്ങനെ കയറി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ടൗണിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ ഇരിക്കും, ഫ്രണ്ട്സൊക്കെ. അപ്പോൾ ഭയങ്കര അഭിമാനമാണ് ഞങ്ങൾക്ക് അതിലിരുന്ന് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഈ ഒരു ബസ്സിൽ കയറുവാനായിട്ട് ഞാൻ ഇത്രയോ ആഗ്രഹിച്ചു. ഒരുപക്ഷെ സ്വർഗത്തിലേക്കുള്ള ബസ്സിൽ എനിക്ക് കയറാൻ പറ്റിയില്ലെങ്കിലോ? മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ വീണ്ടും നമുക്ക് എൻട്രൻസ് എഴുതാം, വീണ്ടും ട്രൈ ചെയ്യാം, പക്ഷേ ജീവിതത്തിൽ നമുക്ക് ഒരു ടേക്കേ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ദൈവമേ, സ്വർഗത്തിലേക്കുള്ള ബസ്സിൽ എനിക്ക് സീറ്റ് നേടാനാകുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇനിയിപ്പോൾ അതിനുള്ള ശ്രമം, ഈ ലോകത്തിൽ നേടാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ദൈവം എനിക്ക് തന്നു. ഇനി നമ്മൾ സ്വർഗത്തിലേക്കുള്ള കാര്യങ്ങൾ നേടുവാനായിട്ടുള്ള ഒരു ഓട്ടത്തിന് വേണ്ടി ഒരുങ്ങുവാനായിട്ടുള്ള വലിയൊരു കോള് പോലെ എനിക്കത് തോന്നാനായിട്ട് തുടങ്ങി. ഡോക്ടർ എന്നൊരു പ്രൊഫഷനിൽ നിന്നപ്പോൾ പെട്ടെന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഒരു പുരോഹിതനാകണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്? സത്യത്തിൽ ഞാൻ ചെറുപ്പം മുതൽ അൽത്താര സംഘത്തിലുണ്ടായിരുന്നു. 3ാം ക്ലാസ് കഴിഞ്ഞ് 4ലേക്ക് ജയിച്ചപ്പോൾ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം ഓൾട്ടർ ബോയ്സിലുണ്ടായിരുന്നു. അപ്പോൾ മുഴുവൻ സമയം പള്ളിയിൽ തന്നെയായിരുന്നു സത്യത്തിൽ ചെറുപ്പത്തിലൊക്കെ. കാരണം ചെറുപ്പത്തിൽ അപ്പച്ചനിക്ക് സൈക്കിളിൽ കയറ്റിയിരുത്തിയിട്ട് ഔസ്യപിതാവിന് നോവാന, ഔസ്യപിതാവിൻ്റെ ഒരു ഭക്തനാണ് എൻ്റെ അപ്പച്ചൻ. അപ്പോൾ ഇങ്ങനെ നോവാനയ്ക്കൊക്കെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ അതിനുശേഷം ഓൾട്ടർ ബോയ് ആയപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരേക്കും മുടക്കമുള്ള ദിവസം ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ പോകുന്നു, കുർബാന, പിന്നെ അച്ഛന്മാരുടെ കൂടെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അങ്ങനെ ഒത്തിരി വൈകിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക. അപ്പം അന്ന് അച്ഛന്മാരെന്ന സ്നേഹവും വാത്സല്യവും അല്ലെങ്കിൽ പള്ളിയിൽ ഞാൻ പെരുമാറുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയൊക്കെ അത് വലുതായിരുന്നു. അന്ന് മുതലേ ഈ അച്ഛനാവണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ദൈവവിളി ക്യാമ്പിനായിട്ട് പോയി. പക്ഷേ എന്നാലും ഡോക്ടറാവണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഉള്ളിൻ്റെ എവിടെയോ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദൈവവിളി ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ദിവസത്തെ ഞങ്ങളുടെ ക്ലാസ് എടുത്തത് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് ഫാദർ ആണ്. തൃശ്ശൂർ ഉപതയിലെ വൈദികനാണ്, ജൂബിലി ഡയറക്ടറായിരുന്നു. അപ്പം അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഡോക്ടർ ആയാലും അച്ഛനാവാനുള്ള സാധ്യതകൾ അപ്പോഴും ഉണ്ട് എന്നുള്ള വലിയൊരു കാര്യം എനിക്ക് മനസ്സിലായി.
അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഒരു മെഡിക്കൽ പഠനം ചെയ്യാനുള്ള ഒരു ആഗ്രഹമായിട്ട് ഞാൻ പിന്നീട് ചേരാം. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു, അതായത് കർത്താവേ, നിനക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഈ ചിന്ത, ദൈവവിളി എന്നുള്ള, ഈശോ വിളിക്കുന്നു എന്നുള്ള വലിയ ഒരു ചിന്ത, ആഗ്രഹം വീണ്ടും ഉണർത്തണം എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് മെഡിക്കൽ സ്റ്റഡീസിനായിട്ട് പോയത്. അപ്പോൾ വീട്ടുകാർക്ക് ഓൾറെഡി അറിയാം എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടെന്ന്. പിന്നെ BBS തേർഡ് ഇയറൊക്കെ ആയപ്പോൾ വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അപ്പോഴേ ഇവരോട് ഇങ്ങനെ വീട്ടുകാരോട് പറയുവാനായിട്ട് തുടങ്ങുമായിരുന്നു, ഞാൻ പോവും, ഞാൻ സെമിനാരിൽ പോകണം, എനിക്ക് അച്ഛനാകണം. അപ്പോൾ ഓൾറെഡി അവർ അതിന് ട്യൂൺഡായിരുന്നു ഓൾറെഡി. എന്നാലും വീട്ടിലെ ഏക മകൻ പോകുന്നതിൽ അവരൊരു എതിർപ്പും അങ്ങനെ പറഞ്ഞില്ല? എതിർപ്പ് ആസച്ച് പറഞ്ഞില്ല, എന്നാൽ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അമ്മ, അതുപോലെ ചേച്ചിക്കൊക്കെ വിഷമം ഉണ്ടായിരുന്നു. അപ്പച്ചൻ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അപ്പച്ചൻ പറഞ്ഞു അവൻ്റെ ഇഷ്ടം, ഞങ്ങൾ ഒരിക്കലും എതിരെ നിൽക്കില്ല, അവൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത്. അമ്മ പലപ്പോഴും വിഷമം ഉണ്ടെങ്കിലും പിന്നീട് ആ വിഷമത്തിൻ്റെ സ്റ്റേജ് തുടക്കം കഴിഞ്ഞതിന് ശേഷം വളരെയധികം എന്നെ ശക്തിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് അമ്മ. പിന്നെ ചേച്ചിക്കും ചെറിയ വിഷമങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഫോർമേഷൻ്റെ അവസാന കാലങ്ങളൊക്കെ ആയപ്പോൾ എന്നേക്കാളധികം ഞാൻ പുരോഹിതനായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ എൻ്റെ വീട്ടുകാരാണ്. അമ്മ എപ്പോഴും പറയുമായിരുന്നു, നീ ഈശോയെ കൈകളിലെടുക്കുന്ന ഒരു നിമിഷമൊക്കെ അതൊരു വലിയൊരു ഭാഗ്യമാണ് എന്നുള്ള രീതിയിൽ അവർ ഇങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ ഈ വിളി സ്വീകരിക്കുന്നതിൽ ഒത്തിരി സഹായകമായെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അതായത് മാതാപിതാക്കളുടെ ആ ഒരു പങ്ക് ഇന്നത്തെ സമൂഹത്തിലാണെങ്കിലും മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളെ പുറകോട്ട് വിളിക്കാറുണ്ടല്ലോ ദൈവവിളി സ്വീകരിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ മാതാപിതാക്കളുടെ ആ ഒരു പങ്ക് എങ്ങനെയാണ് ദൈവവിളിയിൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പറയാമോ അച്ഛാ? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ വിധവ തൻ്റെ 2 നാണയം, ആകെ ഉണ്ടായിരുന്ന 2 നാണയം ഈശോയ്ക്കായി കൊടുത്ത ഒരു ഭാഗം ഞാൻ ഓർക്കുവാണ്. സത്യത്തിൽ എൻ്റെ മാതാപിതാക്കൾ ചെയ്തത് തന്നെയാണ്. കാരണം ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുവാണ്, എനിക്ക് സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല, എന്നാൽ ഒത്തിരി ഉയർന്ന നിലയിലൊന്നും അല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പറയും അപ്പച്ചനോട്, നമ്മുടെ 2 മക്കൾ വളരുവാണ്, അപ്പം നമുക്ക് സമ്പാദ്യം നീക്കിരിപ്പ് കാര്യമായിട്ടൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അപ്പച്ചൻ അപ്പോൾ പറയും, നമ്മുടെ സമ്പാദ്യം നമ്മുടെ മക്കളാണ്, അവരെ നമ്മൾ പഠിപ്പിക്കണം, അവർ നമ്മൾ നല്ല നിലയിലാക്കണം, അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പച്ചൻ തികഞ്ഞ ഒരു ഔസപിതാവ് ഭക്തനായിരുന്നു. ചെറുപ്പം മുതൽ പള്ളിയിൽ സ്ഥിരമായി പോകുക, അതുപോലെ പള്ളി പ്രവർത്തനങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. അതുപോലെ അമ്മ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ പ്രേക്ഷിതയായിരുന്നു. 25 വർഷത്തോളം പ്രേക്ഷിതയായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്തു. അപ്പോൾ വീട്ടിലായാലും ഒരു പ്രാർത്ഥനാ അന്തരീക്ഷമാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇവർ തൊട്ടപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയൊക്കെ ഞങ്ങൾ കിടക്കുമ്പോഴാണ് ഇവരും കിടക്കുകയുള്ളൂ. അതുപോലെ ഒത്തിരി വിദ്യാഭ്യാസമൊന്നുമില്ല അപ്പച്ചനമ്മച്ചിക്കും, എന്നാൽ ഇവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഭയങ്കര ബലമായിരുന്നു. അതിരാവിലെ ഞങ്ങൾ ഉണർന്നു വരുമ്പോൾ കാണുന്നത് അപ്പച്ചൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വളരെ ഇൻസ്പിറേഷനായിരുന്നു. അപ്പോൾ മാതാപിതാക്കളുടെ ഒരു റോള് വലുതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പക്ഷേ അന്ന് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അപ്പച്ചൻ എന്നെ തടഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്നൊരു വൈദികനായി മാറുകയില്ലായിരുന്നു. എന്നാൽ ഒരു വാക്ക് പോലും എൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. മറിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ദൈവവിളിയുടെ വഴികളിൽ എനിക്ക് ഇടർച്ചയോ അല്ലെങ്കിൽ വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ബലം തരികയും ചെയ്യുന്നുള്ള എൻ്റെ മാതാപിതാക്കൾ. അവരെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരിയും ഭർത്താവും കുഞ്ഞുങ്ങളും അവരെക്കുറിച്ച് എന്നും എനിക്ക് അഭിമാനമാണ്. അച്ഛൻ പറഞ്ഞല്ലോ ദൈവവിളിയുടെ വഴികളിൽ ഇടർച്ചകൾ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ സെമിനാരി കാലത്തോ അതിനുശേഷമോ അച്ഛനൊരു സെക്കൻഡ് തോട്ട് ഉണ്ടായോ, ഇതായിരുന്നില്ല എൻ്റെ വിളി, അങ്ങനെ ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ? സഹനങ്ങൾ എല്ലാ ദൈവവിളികളിലും ഉണ്ടാകും നാച്ചുറലായിട്ട്. അങ്ങനെയുള്ള സഹനങ്ങൾ മാത്രമേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. കാരണം എൻ്റെ പ്രായം, ഞാൻ 33 വയസ്സിലാണ് സെമിനാരിൽ ചേർന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഒത്തിരി അങ്ങനെ വേദനകളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ ചില സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു സെക്കൻഡ് തോട്ട് വരുമായിരുന്നു, ഈശോയെ ഞാൻ തിരഞ്ഞെടുത്ത വഴി ശരിയാണോ, എനിക്ക് പൂർണ്ണമായിട്ട് നിന്നെ ശുശ്രൂഷിക്കുവാനും നിന്നെ സ്നേഹിക്കുവാനായിട്ടും ഈ വഴിയിലൂടെ സാധിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ പല പല ചിന്തകൾ. ആത്മീയമായിട്ട് ഇങ്ങനെ പോയാൽ മതിയോ, കുറച്ചുകൂടി ആഴപ്പെടണോ, അങ്ങനെയൊക്കെയുള്ളൊരു റെഗുലറായിട്ടുള്ള തോട്ടുകൾ എനിക്ക് വരുമായിരുന്നു. ആ സമയത്തൊക്കെ ഈശോ, ഞാനിവിടുന്ന് സെമിനാരിൽ ഇറങ്ങുമ്പോൾ തമ്പുരാനോട് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യമാണ്, സഹനങ്ങൾ ഓക്കെയാണ് കർത്താവേ, വേദനകൾ ഓക്കെയാണ്, പക്ഷെ നിൻ്റെ കൂട്ട് എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നീ എനിക്ക് എൻ്റെ ഉത്തരം തരണം, അല്ലെങ്കിൽ നിൻ്റെ ഒരു സ്പർശനം അല്ലെങ്കിൽ ഒരു സഹവാസം എനിക്ക് എപ്പോഴും അനുഭവിക്കാനിടയാക്കണം. അത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, നിർബന്ധമായിട്ട് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ഈശോ എന്തെങ്കിലും ഇപ്പോൾ അന്നത്തെ ബൈബിൾ ഭാഗമായിരിക്കാം ശക്തിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ യാമ പ്രാർത്ഥനകളിലൊരു ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്പിരിച്വൽ ഗൈഡ് പറയുന്ന ഒരു സ്പിരിച്വൽ ഫാദർ പറയുന്ന ഒരു ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ ആരിലൂടെയൊക്കെയോ ഈശോ സംസാരിക്കും, ശക്തമായിട്ട്
ഈശോയുടെ ആ കൂട്ട്, ഞാൻ കൂടെയുണ്ട്, നീ മുന്നോട്ട് പോകുക എന്നുള്ളൊരു ബലപ്പെടുത്തൽ എപ്പോഴും എനിക്ക് എൻ്റെ ദൈവവിളിയിൽ ഉണ്ടായിരുന്നു. ഈവൻ ഒഫീഷ്യേറ്റ് സമയത്ത് ഞാനിങ്ങനെ അമ്മേനെ ഫോൺ വിളിച്ചു. അപ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു വിഷമത്തിലൂടെയാണ് ഫോൺ വിളിക്കുന്നത്. ഫോൺ എടുക്കുമ്പോൾ തന്നെ അമ്മ ഹലോ പറയാതെ ആദ്യമേ പറയുന്നത് ഇതാണ് പറയുന്നത്, മോനെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ പിടിച്ചു നിൽക്കണം, ദൈവം നിന്നെ സഹായിക്കും, കൂടെയുണ്ട്. ഫോൺ എടുക്കുമ്പോൾ ആദ്യം അമ്മ അതാ പറയുന്നത്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുവാണ്, ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അച്ഛനിപ്പം സെമിനാരി പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ അച്ഛനാകാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഒരു അച്ഛനാവുകയാണെങ്കിൽ ഇന്നയാളെ പോലെ ആകണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയുണ്ടോ? തീർച്ചയായും എന്നെ ദൈവവിളിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫ്രാൻസിസ് ആലപ്പാട്ടച്ഛൻ ഇങ്ങനെ ഡോക്ടറായിട്ട് ഒരു കാര്യം. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ദൈവവിളിയിൽ പോയിട്ടുള്ള ഫാദർ ദേവ് അഗസ്റ്റിൻ, എൻ്റെ സീനിയർ, ഒത്തിരി സീനിയറായിരുന്നു എങ്കിലും പുള്ളി കപ്പൂച്ചിൻ വൈദികനാണ് ഇന്ന്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ജീസസ് യൂത്തിൽ വർക്ക് ചെയ്തിട്ട് ആണ് സെമിനാരിൽ പോയത്. അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോൾ ചുങ്കത്തച്ഛൻ, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് സാഗർ രൂപതയിലെ മിഷണറിയാണ്, അവിടുത്തെ വികാരി ജനറൽ അച്ഛനാണ്. അദ്ദേഹം 2 ഡോക്ടറേറ്റ് ഉള്ളതാണ് റോമിൽ നിന്ന്. പക്ഷേ അദ്ദേഹം ജീവിക്കുന്നത് വളരെ തികഞ്ഞൊരു മിഷണറി ചൈതന്യത്തോടു കൂടെയാണ്. അതായത് ചെരുപ്പിടാതെ നടക്കുന്നു, അല്ലെങ്കിൽ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട്, ഹമ്പിളായിട്ട് ജീവിക്കുന്നു. ഒരു ആശ്രമത്തിൽ ഞാൻ അവിടെ പോയി താമസിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഈ മിഷനിൽ ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ സാഗറിൽ പോയപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്മിലിയൻ സന്യാസ സഭയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് പോൾ ചുങ്കത്തച്ഛനാണ്. അദ്ദേഹം എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് അതിൻ്റെ ഫോർമേഷൻ പീരീഡുകളിൽ. പിന്നെ ഒരു ഡോക്ടർ സഹദേവൻ സാറ് ആയുർവേദ ഡോക്ടറാണ്, വളരെ പ്രശസ്തനായ, വളരെ സൗഖ്യത്തിൻ്റെ വരമുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഈശോയെ അറിഞ്ഞ്, ഈശോയെ സ്വീകരിച്ച്, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പോലെയാണ് രോഗികളെ നോക്കുന്നത്. ഞാൻ ഡോക്ടറായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്താഗതി, നമുക്ക് പ്രശസ്തി, പണം, അങ്ങനെ ഒരു ചിന്താഗതി, അതിൽ നിന്നൊക്കെ മൊത്തത്തിൽ എന്നെ തിരിച്ചു വിട്ടിട്ടുള്ള ഇതൊരു ശുശ്രൂഷയാണ്, പ്രൊഫഷനേക്കാൾ ഉപരി ഇതൊരു മിനിസ്ട്രിയാണെന്ന് മനസ്സിലാക്കി തന്നിട്ടുള്ള വലിയ വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ സഹദേവൻ സാറ്. അതുപോലെ സിസ്റ്റർ ഡൊണാറ്റ, അതുപോലെ ഒത്തിരി എൻ്റെ മെഡിക്കൽ കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്ന ഒത്തിരി പ്രൊഫസർമാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈവവിളിയിൽ മറ്റൊരു പ്രചോദനമായിട്ട് നിന്നത് ജീസസ് യൂത്ത് കൂട്ടായ്മയാണ്. ജീസസ് യൂത്തിൽ ഞാൻ വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രമാത്രം ഈശോയ്ക്ക് നമ്മളെ ആവശ്യമുണ്ട്. ഇന്നത്തെ ലോകത്തിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാനൊക്കെ ആയിട്ട് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലാണ് BAMS പഠിച്ചത്. അപ്പോൾ അവിടെ ഈ രാഷ്ട്രീയം നല്ല ശക്തമായിട്ടുള്ളൊരു കോളേജാണ്. അപ്പോൾ രാഷ്ട്രീയേതര പ്രവർത്തനങ്ങളൊന്നും പാടില്ല എന്നുള്ളൊരു കർശനമായിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുക, അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ചേരുവാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പ്, ജീസസ് യൂത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ ലോ കോളേജിൽ നിന്ന് ഒരു ജീസസ് യൂത്ത് ചേച്ചി, ലോ കോളേജിൽ പഠിക്കുക, 3rd ഇയർ അങ്ങനെ പഠിക്കുവാന്ന് തോന്നുന്നു. ചേച്ചി ഇപ്പോൾ ചെന്നൈയിലാണെന്നാണ് എൻ്റെ അറിവ്, പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി ഇങ്ങനെ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ബസ് കയറി കോളേജിൽ വരും. കോളേജിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നേ. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഏതെങ്കിലും തൂണിൻ്റെ മറവിലൊക്കെ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കും. എന്നിട്ട് ഞങ്ങളിങ്ങനെ യങ്സ് ഫസ്റ്റ് ഇയേഴ്സൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും ഞങ്ങൾ. എന്നിട്ട് എന്താ പേര്, എവിടെ നിന്നാണ് വരുന്നത്, പ്രാർത്ഥന ഗ്രൂപ്പിൽ പോകുന്നുണ്ടോ, കുർബാന കാണുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടർ ചെയ്യും. കാരണം ചേച്ചിക്ക് ഇതിനൊന്നും യാതൊരു ആവശ്യമില്ല. ലോ കോളേജിൽ പഠിക്കുന്നു, നല്ല കാണാനും നല്ല ഭംഗിയുള്ളൊരു ചേച്ചിയായിരുന്നു. അത് സാമ്പത്തികമായിട്ടും നല്ല വലിയ വീട്ടിലൊരു ചേച്ചി. ഈശോയ്ക്ക് വേണ്ടി ആ ചേച്ചി സഹിക്കുന്ന ത്യാഗം ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് തൂണിൻ്റെ ചാരയെ മറിഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ആത്മീയ ഉപദേശം തന്ന് ഞങ്ങൾ നയിക്കുന്നു. അതൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്തു. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഏത് പ്രതികൂല സാഹചര്യത്തിനും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള വലിയൊരു ചിന്ത. അതുപോലെ തന്നെ ജീസസ് യൂത്തിൽ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, അത്രയധികം അനുഭവങ്ങളുണ്ട്, അത്രയധികം വ്യക്തികളുണ്ട് ജീസസ് യൂത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ആത്മീയമായിട്ട് വൈദികരിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള 2 വ്യക്തികളാണ് ഈ പോൾ ചുങ്കത്തച്ഛൻ, ദേവ് അഗസ്റ്റിൻ അച്ഛൻ. അച്ഛാ, ഒരു ഡോക്ടറായിട്ട് വീണ്ടും വൈദികനാകാനായിട്ട് എടുത്ത ഈ തീരുമാനം ഒരു കൂടുതൽ സാക്ഷ്യം നൽകുന്ന തീരുമാനമായിട്ട് അച്ഛന് തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോൾ രോഗികളെ നോക്കുമ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ചില രോഗികൾ അവർ മരുന്നിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും ഒരു ആത്മീയമായിട്ട് എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. അതുപോലെ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചിട്ട് മരുന്ന് തരാമോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ പറയുന്നവർ. അതായത് മരുന്ന് തീർച്ചയായും ഫലം ചെയ്യും, എന്നാൽ വചനം പറയുന്ന പോലെ മരുന്നോ ലേപനമോ അല്ല, നിന്നെ സുഖപ്പെടുത്തുന്ന എൻ്റെ വചനങ്ങളാണ് എന്നുള്ളൊരു വചനഭാഗമുണ്ടല്ലോ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ ഈ സൗഖ്യം എന്നുള്ള അവസ്ഥ ദൈവമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ സാക്ഷ്യമാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ മെഡിക്കൽ ഒരു മേഖല
കൂടുതലായിട്ട് ഒരുപക്ഷെ വ്യവസായവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടാവാം ഒരുപക്ഷെ. ആ ഒരു ഇതിൽ നമ്മളുടെ മിഷണറി ദൗത്യമാണ് അതിനെ പഴയൊരു ചൈതന്യത്തിലേക്ക്, അതൊരു മിനിസ്ട്രിയാണ്, പ്രൊഫഷനേക്കാൾ ഉപരിയായിട്ട് ഈശോയെ കൊടുക്കാൻ പറ്റുന്ന, ദൈവത്തെ കൊടുക്കാൻ പറ്റുന്ന, ദൈവസ്നേഹം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ശുശ്രൂഷ മേഖലയാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള വലിയൊരു വിളി, വലിയൊരു സാക്ഷ്യം വഹിക്കുവാനായിട്ടും ഒരു പക്ഷേ ഒരു പുരോഹിതന് ഡോക്ടർക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അച്ഛാ, BAMS തൃപ്പൂണിത്തുറ ചെയ്തു, അതിനുശേഷമുള്ള പഠനങ്ങളോ? ഞാൻ പറഞ്ഞല്ലോ, പണ്ട് മുതലേ എനിക്ക് MBBS പഠിക്കണം എന്നുള്ളൊരു കൊതി ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ ആയുർവേദം കഴിഞ്ഞോട് കൂടി തന്നെ ഞാൻ വീണ്ടും MBBS എൻട്രൻസ് ഒക്കെ എഴുതി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുമായിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നപ്പോഴും ജീസസ് യൂത്തിലൊക്കെ ആക്റ്റീവായിരുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പ്, കോർ ഗ്രൂപ്പ്, അതുപോലെ 1 ഡേ പ്രോഗ്രാമുകൾ, ഇടവകയിൽ അതുപോലെ ആക്റ്റീവായിരുന്നു. കാറ്റീസം പഠിപ്പിക്കുവാൻ ഉണ്ടായിരുന്നു ദേവാലയത്തിൽ. അപ്പോൾ അതിനുശേഷം ഞാൻ MBBS ആണ് ചെയ്തത്. 2015 അത് പൂർത്തിയാക്കി. MBBSന് ശേഷം പിന്നെ എങ്ങനെയാണ് ഈ ഒരു സഭ തിരഞ്ഞെടുത്തത്? ഒരുപാട് ഫേമസ് അല്ലാത്തൊരു സഭയാണ്, അതായത് നമ്മുടെ നാട്ടിൽ ഒത്തിരി ആൾക്കാർക്ക് അറിയില്ല, കൂടുതലും രൂപതാ വൈദികരാണ് നമുക്ക് കൂടുതൽ. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു സഭ തിരഞ്ഞെടുത്തത്? അതിൻ്റെ ഒരു കാരണം? ഞാൻ സത്യത്തിൽ ദൈവവിളി ഞാൻ തീക്ഷ്ണമായിട്ട് എൻ്റെ ഉള്ളിൽ ആഗ്രഹം ജനിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കാൻ തുടങ്ങി, എനിക്ക് അടയാളങ്ങൾ കാണിച്ചു തരണം. കാരണം എനിക്ക് ഇത്ര പ്രായമായി, എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ അങ്ങ് എന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിളിയുണ്ടെങ്കിൽ നീ എനിക്ക് അടയാളങ്ങൾ കാണിച്ചു തരണമെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഞാനങ്ങ് ചോദിക്കുമായിരുന്നു. അങ്ങനെ ചോദിച്ച് ഈശോ ചോദിക്കുന്നതൊക്കെ തരുമായിരുന്നു. അത് അങ്ങനെ കൊച്ചു കൊച്ചു ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അതൊക്കെ ഈശോ തരുമായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ചേച്ചിയുടെ ഡെലിവറി സമയത്ത് ഞാൻ അയർലൻഡിൽ ഒരു 2 മന്ത്സോളം അവിടെ പോയി താമസിച്ചിരുന്നു, ഈ മെഡിസിൻ പഠനശേഷം. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ അവിടെ നോക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, പരിശുദ്ധ അമ്മയുടെ. ഇവിടെ വേളാങ്കണ്ണി പോലെ അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാനിടയായി. അവിടെ ഞാൻ പള്ളിയിൽ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണം നടന്നിട്ടുള്ള പള്ളിയുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ അവസാനമായിട്ട് ഒരു അടയാളം ചോദിച്ചു. ഞാൻ ചെറുപ്പം മുതലേ മാതാവിനോട് വളരെ ഇഷ്ടമുള്ളൊരു അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മാതാവിനോട് തന്നെ ചോദിച്ചു, ഒരു അടയാളം എനിക്ക് തരാം. ഞാൻ ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദ്യമായിട്ട് ഒരു കപ്പിളിനെയാണോ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഗേളിനെയാണ് കാണുന്നതെങ്കിൽ ഞാൻ വിവാഹ ജീവൻ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ എനിക്കൊരു കന്യാസ്ത്രീയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു വൈദികനോ അങ്ങനെ എന്തെങ്കിലും ആത്മീയമായിട്ടൊരു സംഭവമാണെങ്കിൽ ഞാൻ ദൈവവിളി തിരഞ്ഞെടുക്കുമെന്നുള്ള ഒരു ഇത്. അത് ബാലിശമായിട്ടുള്ളൊരു വാശിയാണെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു ദൈവാനുഭവം ആയിരുന്നു. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ അത്ഭുതം എന്ന് പറയുമ്പോൾ ഒറ്റയാണെങ്കിൽ കാണാനില്ല പള്ളിയുടെ പുറത്ത്. അങ്ങനെ ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു കല്ലുണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ പള്ളിയുടെ. അപ്പോൾ അവിടെ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ലേഡി പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ഒത്തിരി നല്ല ഹൈറ്റുള്ളൊരു ലേഡിയായിരുന്നു. മുഖം എനിക്കിപ്പോഴും ശരിക്കും അങ്ങനെ ഓർമ്മയില്ല. അപ്പോൾ ഒരു ചുവന്ന ഒരു കോട്ട് ധരിച്ചിരുന്നു. കരുണയുടെ ഈശോയുടെ ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നു ലെഫ്റ്റ് ഷോൾഡറിൽ. അങ്ങനെ ആ ലേഡി എൻ്റെ അടുത്തേക്ക് വന്നു. യൂറോപ്യനാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സുമേഷ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, നോ വാട്ട്സ് യുവർ അതർ നെയിം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തോമസ്, എൻ്റെ ബാപ്റ്റിസം പേരാണ്, മാമോദിസ പേര് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, തോമസ് ആർ യു എ പ്രീസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഐ എം നോട്ട് എ പ്രീസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി വീണ്ടും ചോദിച്ചു, കുറച്ച് നേരം ആലോചിച്ചിട്ട് ചോദിച്ചു, ആർ യു തിങ്കിങ് ടു ബിക്കം എ പ്രീസ്റ്റ്? അപ്പോൾ നീ പുരോഹിതനാവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കതൊരു ഷോക്കായി. കാരണം ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി ഇങ്ങനെ നിൽക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, യെസ്, അതെ, ഞാനൊരു പുരോഹിതനാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലേഡി പറഞ്ഞു, ഓക്കെ സുമേഷ്, ഐ വിൽ പ്രേ ഫോർ യു, യു വിൽ ബിക്കം എ ഗുഡ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, നീ ഒരു നല്ല പുരോഹിതനായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഡി അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അളിയനും അപ്പച്ചനും എല്ലാവരും അവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവരെന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നു. പക്ഷേ ഈ ലേഡി വേറെ ആരോട് സംസാരിച്ചില്ല. ആളെങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്ത് പോയി. പിന്നെ അങ്ങനെ കണ്ടുമില്ല. അത് കുരിശിൻ്റെ വഴി ചെല്ലുന്നത് കണ്ടു, പിന്നെ ആളെ കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നീട് ഞാൻ ധ്യാനം കൂടുമ്പോഴൊക്കെ ധ്യാനഗുരു പറയാനായിട്ട് ഇടയായി, ഒരു പക്ഷേ അത് പരിശുദ്ധാമ്മയുടെ മെസ്സേജ് തന്നെ ആയിരിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കാനായിട്ട് ഇടയായില്ല. ഞാൻ ദൈവവിളി എന്നുള്ളൊരു ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, പോൾ ചുങ്കത്തച്ഛൻ എന്നോട് ഇങ്ങനെ ഒരു കമ്മിലിയൻ സഭയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റിൽ 2 സഭ ആഗോള തലത്തിൽ രോഗികൾക്ക് വേണ്ടി മെഡിക്കൽ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന 2 സഭകളാണുള്ളത്. അത് ഒന്ന് കമ്മിലിയൻ സഭയും രണ്ടാമത്തെ സെയിൻറ്റ് ജോൺ ഓഫ് ഗോഡ് എന്ന സഭയും. അങ്ങനെ സെയിൻറ്റ് ജോൺ ഓഫ് ഗോഡിലേക്ക് വിളിച്ചു. അവർക്ക് ഇവിടെ കട്ടപ്പനയിൽ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ബ്രദർഹുഡാണുള്ളത്, പ്രീസ്റ്റ്ഹുഡ് ഇല്ല. ഉണ്ട്, എന്നാലും എല്ലാവർക്കും ഇല്ല. അപ്പോൾ പിന്നീടാണ് ഞാൻ ഈ കമ്മിലിയൻ സന്യാസ സഭയെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ തപ്പുവാനും
അതുപോലെ അവരുടെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കാനൊക്കെ ഇടയായി. അപ്പോൾ എനിക്ക് അട്രാക്ട് ചെയ്തൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സന്യാസത്തിൽ 3 വ്രതങ്ങളാണല്ലോ ഉള്ളത്: ബ്രഹ്മചര്യം, അനുസരണം, ദാരിദ്ര്യം. അതിനുശേഷം ഞങ്ങൾക്ക് 4മതൊരു വ്രതവും കൂടിയുണ്ട്. ആ വ്രതം ഇതാണ്, അതായത് സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ടും രോഗികളെ ശുശ്രൂഷിക്കും എന്നുള്ളത്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം, കാരണം ഞാൻ ഈ രോഗി ശുശ്രൂഷ മേഖല വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി. പിന്നെ വിശുദ്ധ കമ്മീലസിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഒരു മഹാനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ കമ്മീലസ്. നമ്മളധികം കേട്ടിട്ടില്ല. രോഗികൾക്ക് വേണ്ടി ജീവൻ മാറ്റിവെച്ച, ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ മദർ തെരേസ ഒക്കെ ഇന്ത്യയിൽ ചെയ്യുന്ന ശുശ്രൂഷ ഒരു 500 കൊല്ലങ്ങൾക്ക് മുമ്പേ ചെയ്തിരുന്ന ഒരു മഹാവിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇപ്പോഴും അഴുകിയിട്ടില്ല, റോമിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ രോഗികൾ, അതുപോലെ രോഗി ശുശ്രൂഷകർ, നഴ്സസ്, ഡോക്ടേഴ്സ്, എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ പാറ്റേൺ സെയിൻ്റാണ് വിശുദ്ധ കമ്മീലസ്. അച്ഛൻ MBBS കഴിഞ്ഞ് സെമിനാരി പോകുന്നതിന് മുമ്പ് അച്ഛൻ എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നോ ഡോക്ടറായിട്ട്? ഞാൻ ഓൺ കോളായിട്ട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് NRHMൻ്റെ ഒരു ഗവൺമെൻറ് ഒരു 3 കൊല്ലത്തെ ഒരു സർവീസാണത്. അത് ഓൾമോസ്റ്റ് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവർ ജോയിൻ ചെയ്യാൻ പറഞ്ഞ് വിളിച്ചു. അങ്ങനെ വിളിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ പോളച്ചൻ, ഞാൻ പറഞ്ഞില്ല, സ്പിരിച്വൽ ഫാദർ ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി നീ വൈകിക്കരുത്, ഇനിയും നീ ദൈവവിളി ഉണ്ടെങ്കിൽ വൈകിക്കരുത്, കാരണം ഒരുപക്ഷെ നിൻ്റെ ആഗ്രഹം ഒരുപക്ഷെ അത് നടക്കാതെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, ജോലിനെ കുറിച്ച് അങ്ങനെയൊന്നും പിന്നെ അങ്ങനെ അധികം കെയർ ചെയ്യാൻ പോയില്ല. ഉടനെ തന്നെ ജോയിൻ ചെയ്യാനുള്ള തീരുമാനങ്ങളാണ്. സമൂഹം ഉന്നതമെന്ന് കരുതുന്ന ഒരു ജോലി ത്യജിച്ച് അത്യുന്നതൻ്റെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന സുമേഷ് അച്ഛനാണ് ഈ ആഴ്ച നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് കാണാം. എല്ലാവർക്കും നല്ല ഒരാഴ്ച നേരുന്നു.